ആവശ്യത്തിന്റെ പ്രതികരണമാണ് കണ്ടത്. CPI സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ PV അൻവറിനെ തള്ളുകയാണ്. LDF-ഉം LDF വിരുദ്ധരും തമ്മിലുള്ള പോരാട്ടമാണ്. ഇടത് മൂല്യങ്ങളുടെ കാവൽക്കാരനായി അൻവർ ഭാവിച്ചാൽ അത് ശരിയാവില്ല. ഉന്നയിച്ച ചില വിഷയങ്ങൾ പ്രധാനമാണ് എന്നുള്ളത് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. RSS ADGP കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട CPIയുടെ നിലപാട് അത് ഒന്നുകൂടി ശക്തമാക്കി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് അതിൽ ADGPക്ക് അധികകാലം ആ പദവിയിൽ തുടരാനാകില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം അൻവറിൻ്റെ രാഷ്ട്രീയ രംഗപ്രവേശം എങ്ങനെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇടത് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരുന്നില്ല അൻവറിൻ്റെ വരവും ഈ LDF-ലുള്ള തുടർച്ചയും എന്ന രൂപത്തിലാണ് ഇപ്പോൾ CPI പ്രതീക്ഷിക്കുന്നത്. ആ ശ്രീത്തിൻ്റെ വിവരങ്ങളുമായി ശ്രീത്ത്, ഇപ്പോൾ PV അൻവറിനെ CPI-യും തള്ളുന്നു. പക്ഷേ ഉന്നയിച്ച കാര്യങ്ങൾ CPI ഉന്നയിച്ച വിഷയങ്ങൾ കൂടിയാണ് അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. അത് പ്രധാനമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ CPI എടുക്കുന്ന നിലപാട്? PV അൻവറിനെ അനുകൂലിക്കുന്നൊരു സമീപനം എടുക്കാൻ CPIക്ക് എളുപ്പത്തിൽ സാധ്യമല്ല. അതിന് കാരണം അന്തരിച്ച CPIയുടെ സംസ്ഥാന സെക്രട്ടറി CK ചന്ദ്രപ്പൻ സ്വീകരിച്ച ഏറ്റവും ശക്തമായ ഒരു നിലപാടുണ്ട്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറനാട് മണ്ഡലത്തിൽ ആദ്യമായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ LDF സ്ഥാനാർത്ഥിയായി CPIയിലെ ഒരു വലിയ വിഭാഗം ഉയർത്തിക്കൊണ്ടുവന്നത് PV അൻവറെ ആയിരുന്നു. KE ഇസ്മയിലിൻ്റെ നേതൃത്വത്തിലാണ് PV അൻവറെ സ്ഥാനാർത്ഥിയായി അവിടെ കൊണ്ടുവരുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ PV അൻവറുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ചില ആക്ഷേപങ്ങളുണ്ടെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി CK ചന്ദ്രപ്പന് ബോധ്യമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും അൻവറിനെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയില്ല എന്ന് നിലപാടെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് LDF സ്ഥാനാർത്ഥിയായി CPIയുടെ സ്ഥാനാർത്ഥിയായി അഷ്റഫ് കാളിയത്തിനെ അവിടെ മത്സരിപ്പിക്കുന്നത്. എന്നാൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഷ്റഫ് കാളിയത്തിന് വെറും 2800 പരം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. രണ്ടാം സ്ഥാനത്തെത്തിയത് സ്വതന്ത്രമായി മത്സരിച്ച PV അൻവറായിരുന്നു. ഇപ്പോൾ അൻവറിനെ പിന്തുണയ്ക്കാത്തതിൽ ശരിയായ രാഷ്ട്രീയ നിലപാട് കൊണ്ടാണ് എന്ന് പറയുന്ന ബിനോയ് വിശ്വം ഒരു കാര്യം മാത്രം പ്രതികരണത്തിൽ മറച്ചുവെച്ചു. അന്ന് ആരുടെ പിന്തുണയിലാണ് PV അൻവർ രണ്ടാം സ്ഥാനത്തെത്തിയത്? അന്ന് CPIഎമ്മിന് നിർലോഭമായ പിന്തുണ കൊണ്ടാണ് PK ബഷീർ ഒന്നാമതും 44,000 പരം വോട്ടുകൾ നേടി ഈ PV അൻവർ രണ്ടാമതും എത്തിയത്. ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ LDFിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ അഷ്റഫ് കാളിയത്തിന് 2,200 പരം വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല എന്ന ദയനീയമായ സ്ഥിതിയാണ് അവിടെ ഉണ്ടായത്. അത് പിന്നീട് CPIക്കകത്ത് ചില പ്രശ്നങ്ങൾക്കൊക്കെ വഴിവെച്ചു. അതുകൊണ്ട് അൻവറിനെ പിന്തുണയ്ക്കുക എന്നത് CPIക്ക് എളുപ്പത്തിൽ സാധ്യമാവുന്നൊരു കാര്യമല്ല. അങ്ങനെയെങ്കിൽ ചന്ദ്രപ്പൻ്റെ രാഷ്ട്രീയ പൈതൃകം പോലും മറക്കുന്ന ഒരു പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്തരമൊരു സമീപനം എടുക്കുന്നത്. എന്നാൽ അൻവറിൻ്റെ കാര്യത്തിൽ പാർട്ടിക്കകത്തൊരു കൂടിയാലോചന നടക്കാതെ അൻവർ ഉയർത്തി ഇപ്പോഴത്തെ ആക്ഷേപങ്ങളോട് പ്രതികരിക്കാൻ കഴിയില്ല എന്ന് ബിനോയ് വിശ്വം സമീപനം സ്വീകരിക്കുമ്പോൾ അക്കാര്യത്തിൽ ചില റിസർവേഷൻ പാർട്ടിക്കകത്തുണ്ട്. അതായത് പൂർണ്ണമായും അൻവർ പറഞ്ഞതിനെ നിരാകരിക്കാൻ CPIക്ക് കഴിയില്ല. പ്രത്യേകിച്ചും പോലീസുമായി ബന്ധപ്പെട്ട് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് RSS ADGP കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആക്ഷേപങ്ങൾ കൂടി MR അജിത്കുമാറിനെതിരെ ഉണ്ട്. ആ ആക്ഷേപങ്ങൾ അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും അൻവറിനെ തള്ളാൻ കഴിയുന്ന ഒരു തള്ളുന്നൊരു സമീപനം സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആലോചിച്ച ശേഷം പാർട്ടിക്കകത്ത് ആലോചിച്ച ശേഷം പ്രതികരിക്കാമെന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? കാരണം അധികകാലം ആ സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാനാവില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷയായിട്ട് മാത്രം കണ്ടാൽ മതിയോ? പ്രതീക്ഷ മാത്രമായി കാണേണ്ടതില്ല. ഇന്നലെ ബുധനാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ നിയമസഭാ കക്ഷി നേതാവ് K രാജൻ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൻ്റെ കാര്യത്തിലുള്ള കൺസേൺ അവരുടെ CPIക്ക് ഉള്ള ആശങ്ക രേഖപ്പെടുത്തി. ഈ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ ഉചിതമായ നടപടികൾ ഉണ്ടാകും എന്ന ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തിലാണ് CPI മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ LDF യോഗത്തിന് ശേഷം, അതായത് സെപ്റ്റംബർ 11 നടന്ന LDF യോഗത്തിന് ശേഷം ഇതുവരെ ആ കാര്യങ്ങളിൽ പിന്നീട് കൂടുതൽ കടുപ്പിച്ചുള്ളൊരു പ്രതികരണത്തിലേക്ക് CPI വരാത്തതും ഈ ഉറപ്പ് ഇത്തരമൊരു വിശ്വാസം കൊണ്ടാണ്. മുഖ്യമന്ത്രി അന്വേഷണത്തിന് ശേഷം അന്വേഷണത്തിൽ ഇക്കാര്യം ഉൾപ്പെടുത്തി ആ തീരുമാനം പറയാം എന്നറിയിച്ചിട്ടുണ്ട്. അതിന് പ്രതീക്ഷ അർപ്പിച്ച് CPI മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ADGP MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന ഉറച്ച വിശ്വാസം CPI പ്രകടിപ്പിക്കുന്നതും അതുകൊണ്ടാണ്. അന്വേഷണം തീരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 27 ആയിരിക്കുന്നു. ഈ ഒക്ടോബർ 1 വരെയാണ് അന്വേഷണത്തിൻ്റെ കാലാവധി. അതിനകം റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് ലഭ്യമാകുന്നത്. കാരണം ഒരു മാസത്തെ കാലാവധി അപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ അന്വേഷണ കാലാവധി അപ്പോൾ അവസാനിക്കുകയാണ്. എന്തായാലും പൂരക്കണക്കിൽ റിപ്പോർട്ട് 5 മാസം നീട്ടിക്കൊണ്ടുപോയ പോലെ ഈ റിപ്പോർട്ട് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. രാഷ്ട്രീയ സമ്മർദ്ദം പുറത്തുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ CPI ഒരു നടപടി പ്രതീക്ഷിക്കുകയാണ്.